ശ്രവ്യസുന്ദരമായ ഭക്തിസാന്ദ്രമായ ആത്മീയ പ്രഭാഷണവും സംഗീതാർച്ചനയും അവതരിപ്പിക്കുവാൻ വംസിതർ മ്യൂസിക് അക്കാദമി പള്ളിമൺ അവരുടെയും അതിലെ എല്ലാ മുഴുവൻ കലാകാരന്മാരെയും ശ്രീ കരുവിള വള്ളവൻതറ ദേവീക്ഷേത്ര വേദിയിലേക്ക് അമ്മയുടെ നാമധേയത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രസാദി ഭഗവൻ ഗണനായകനേ, വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം. സർവത്ര കാരിണി സരസ്വതി ദേവി വന്നൻ നാവിൽ കളിക്ക കുമുദേഷു നിലാവുപോലെ. മനോഹരമായ ഈ ക്ഷേത്ര സന്നിധിയിൽ കുടികൊണ്ട് ഭക്തരെ പോറ്റുന്ന ഗണപതി ഭഗവാനെ സാധുക്കളായ ഞങ്ങളുടെ സംഗീതാർച്ചനയും പ്രഭാഷണവും കേൾക്കുവാൻ ഈ വേദിയിൽ വന്ന് കുടികൊള്ളേണമേ. വെള്ളപ്പളുമ്പു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെ എന്നുള്ളത്തിൽ വന്നു വിളയാട് സരസ്വതി നീ. അല്ലയോ സരസ്വതി ദേവി, വാഗ്ദേവതേ, വെള്ളത്തിലെ തിരകൾ തള്ളിവരുന്ന പോലെ ഞങ്ങളുടെ നാവിൽ സംഗീതമായി വന്ന് നിറയണമേ, വാക്കുകളായി വന്ന് നിറയണമേ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അറിവ് പ്രകാശം, ആ പ്രകാശം ചൊരിയുന്ന ഗുരുനാഥനാണ് ലോകത്തിലേക്ക് ശ്രേഷ്ഠൻ. ഉറുമ്പ് മുതൽ സ്ഥാവര ജംഗമങ്ങളായ എല്ലാ ഗുരുനാഥന്മാർക്കും നമസ്കാരം. ഈ വേദിയിൽ വന്ന് ഈ വേദിയെ സമ്പന്നമാക്കണം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശാന്തസ്വരൂപനായ കാരുണ്യവാനായ നാദസ്വരൂപനായ പ്രണവസ്വരൂപനായ ഭഗവാൻ മഹാദേവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സജ്ജനങ്ങളെ, എല്ലാവർക്കും സംഗീതാർച്ചനയിലേക്കും ആത്മീയ പ്രഭാഷണത്തിലേക്കും സ്വാഗതം. പരിപാവനമായ ഈ ക്ഷേത്രാങ്കണത്തിൽ ഒരു കൊച്ചു പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് നന്ദി അറിയിക്കുന്നു.
ഈ കലാപരിപാടിയിൽ അങ്ങോളം ഇങ്ങോളം പങ്കെടുക്കുന്ന കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഞാൻ ബംസിധർ പള്ളിമൺ, റിട്ടയർഡ് മ്യൂസിക് ടീച്ചറാണ്. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന എൻ്റെ ശിഷ്യരായ സ്കൂൾ കലോത്സവ പ്രതിഭകളായ 2 കുഞ്ഞു കലാകാരന്മാരാണ് ഈ പരിപാടിയിൽ അങ്ങോളം ഇങ്ങോളം സംഗീതം ആലപിക്കുന്നതും വയലിൻ വായിക്കുന്നതും കീബോർഡ് വായിക്കുന്നതും. നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ യാദവ് പള്ളിമൺ, എല്ലാവർക്കും അറിയാവുന്ന കൂട്ടുകാരനാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പരിസരത്ത് തന്നെ ധാരാളം പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹമാണ് യാദവ് പള്ളിമൺ. അടുത്തത് ഗാർഗി വിശ്വനാഥ്, മുഖത്തലയാണ് സ്വദേശം, സ്കൂൾ കലോത്സവ പ്രതിഭയാണ്. ഇതുപോലെ ധാരാളം കൊച്ചു കൊച്ചു പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ കൊച്ചു കലാകാരി ആ കലാകാരിയുടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. അടുത്തതായി പ്രശസ്ത കലാകാരനായിട്ടുള്ള ശ്രീ സുജിത് ചാത്തന്നൂർ. അദ്ദേഹം ഗാനമേളകളിലും അതുപോലെ തന്നെ ഭാഗവത സപ്താഹങ്ങൾ, ഭാഗവത വായന, ഗാനമേള, വിവിധ കലാപരിപാടികളിലെല്ലാം അദ്ദേഹം പങ്കെടുത്ത് വളരെ സുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു പരിപാടി എല്ലാവരും സശ്രദ്ധം കേൾക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ കൊച്ചു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തടസ്സങ്ങൾ നീങ്ങുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിഘ്നേശ്വരനെയാണ്, ഗണപതി ഭഗവാനും. മുറം പോലുള്ള ചെവി, നീണ്ട തുമ്പി, ചെറിയ കണ്ണുകൾ, പെരുവയറ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ വളരെ ആകർഷകമാണ്. ഗണപതി ഭഗവാൻ നമുക്ക് ചില കാഴ്ചപ്പാടുകൾ തരുന്നുണ്ട്. മുറം പോലുള്ള ചെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് എന്നത് ഉറുമ്പ് മുതൽ ഉള്ള എല്ലാ പ്രാണികളിലും അടങ്ങിയിരിക്കുന്ന ഒരു സത്തയാണ്, ഒരു ജീവനാണ് അറിവ്. ആ അറിവ് എവിടെ കേട്ടാലും വളരെ ക്ഷമയോടുകൂടി അത് കേൾക്കണം എന്നാണ് ആ വലിയ ചെവി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ നീണ്ട തുമ്പി, അത് എല്ലാ അറിവും ശേഖരിക്കുന്നതിനുള്ള മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ചെറിയ കണ്ണുകൾ, നമ്മളെല്ലാവരും മനുഷ്യരും സൂക്ഷ്മമായ നേത്രങ്ങളോട് കൂടിയവരായിരിക്കണം. നല്ല സൂക്ഷ്മമായ കാഴ്ചപ്പാടുകളാണ് ഒരു ദേശത്തിലെ ജനങ്ങളെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. പെരുവയറ് കിട്ടുന്ന അറിവുകളെല്ലാം അതിലിട്ട് ദഹിപ്പിച്ച് നല്ല അറിവിനെ എടുത്തുകൊണ്ട് ആ നല്ല അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യത്തിൻ്റെ മോദകം നമ്മുടെ മുന്നിൽ വരും. അങ്ങനെ ഐശ്വര്യവാന്മാരായിട്ടുള്ള നമുക്ക് മുന്നിൽ കാമ, ക്രോധ, ലോഭ, മോഹാദികളാവുന്ന എല്ലാ എലികളും നമ്മുടെ നിയന്ത്രണത്തിലാവും. അപ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ സൂക്ഷിച്ചാൽ വളരെ നല്ല അറിവുകൾ സമ്പാദിക്കാൻ പറ്റും. കഴിഞ്ഞ തവണ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കൊച്ച് പ്രഭാഷണം നടത്തിയിരുന്നു. ധാരാളം പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥി അന്ന് ഞാൻ അവതരിപ്പിച്ച ആ പരിപാടി, അദ്ദേഹം ഒരു ചരിത്ര ഗവേഷകനാണ്, അദ്ദേഹത്തിന് വളരെയേറെ പ്രയോജനപ്പെട്ടു, അത് നല്ലൊരു കാഴ്ചപ്പാട് നൽകി എന്നോട് പറഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ വലിയ വലിയ മനുഷ്യർക്കൊക്കെ ഈ ചെറിയ മനുഷ്യൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചപ്പാടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് പറഞ്ഞിരുന്ന അറിവിൻ്റെ ആ ഒരു ശേഖരത്തിൻ്റെ ഗുണം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ആദ്യന്തം ഈ പ്രഭാഷണം കേൾക്കണം. ആ അറിവുകളൊക്കെ ശേഖരിച്ച് എല്ലാവരും ഈ നാട്ടിൽ ഐശ്വര്യവാന്മാരായി ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. നമുക്കൊരു പാട്ട് കേട്ടാലോ? വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം. വിഘ്നേശ തവ ചരണം. വിഘ്നേശ തവ ചരണം സിദ്ധിവിനായക തവ ചരണം. ലംബോദരഹി അംബാസുദഹി ലംബോദരഹി അംബാസുദഹി കവിജനനുതഹേ തവ ചരണം കവിജനനുതഹേ തവ ചരണം. ഗംഗജടാധര ഗൗരി മനോഹര കവിജനനുതഹേ തവ ചരണം കവിജനനുതഹേ തവ ചരണം. സകല കലാധര കലുഷ വിദൂര സകല ജഗത്രയ തവ ചരണം. വിഘ്നേശ തവ ചരണം സിദ്ധിവിനായക തവ ചരണം.